Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നമ്മള് ഹ്യൂമൻ റിസോഴ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിക്രൂട്ട്മെന്റ് അല്ലെ, അതിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയെന്ന് വെച്ചപ്പോ എല്ലാവരും സൈലന്റ് ആയി, വായിക്കാറില്ലെന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കണോ, കാരണം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഐഡിയ ഒന്ന് കിട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ബന്ധം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും എല്ലാ ദിവസവും എടുക്കുന്നത് ഏത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും നിങ്ങളടുത്തൊന്ന് വായിച്ചു വെച്ചേക്കാം. അപ്പം ചെറിയൊരു ഐഡിയാസ് എപ്പോഴും മൈൻഡിലുണ്ടാവും. അപ്പൊ നമുക്ക് എടുക്കാനുള്ളത് എന്താണ്, ഹ്യൂമൻ റിസോഴ്സസിന്റെ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അതിന്റെ റിക്രൂട്ട്മെന്റ് പോളിസി വരെയല്ലേ പറഞ്ഞു നടത്തിയത്. റിക്രൂട്ട്മെന്റിന്റെ പോളിസി വരെയല്ലേ പറഞ്ഞു നടത്തിയത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ തുടങ്ങി എടുക്കേണ്ടതല്ലേ. അപ്പൊ ഒരു ഐഡിയ ഇല്ല. ആരെങ്കിലും വന്നോ ഓർത്ത് നോക്കാം. അതായത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ തുടങ്ങിയല്ലേ നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത് തുടങ്ങാം. ഞാൻ എന്റെ ചോദിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങളും കൂടി ഒന്ന് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു മോളിലേക്ക് ഒന്ന് നോക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും അല്ലെ ഇതിലേക്ക് ഇൻവോൾവഡ് ആവാൻ സാധിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും അപകടവശാൽ എനിക്ക് തെറ്റുകൾ പറ്റിയ വേറെ ക്ലാസ്സിലെങ്ങാനും കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് ബോറാവണ്ട, ഇനി റിപ്പീറ്റ് ചെയ്യുകയോ എടുക്കാതെ പോവുകയോ ആവണ്ടാന്നിട്ടാണ് ഇതിലേക്ക് നമുക്ക് ലയിക്കാം. എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി വരെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് റിക്രൂട്ട്മെന്റ് എന്നെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു എവിടെയെങ്കിലും ജോബ് വേക്കൻസി വരികയാണെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ വെച്ച് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ പുറത്തുനിന്ന് എല്ലാ പേഴ്സൺസിനും ജോബിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫേമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സില് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. എന്താണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ there is no general procedure for hiring new staff which is applicable to all business enterprises. Each enterprises has its customized procedure which brings it the desired quantity and quality of manpower at the minimum possible cost. അതായത് നമുക്കറിയാം ഏതൊരു റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ അത് ഒരു നിശ്ചിത മാനദണ്ഡമൊന്നുമില്ല. നോ എന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷന്റെ പുതിയ സ്റ്റാഫുകളെ നമ്മൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സാധാരണയായിട്ടൊരു ജനറൽ പ്രൊസീജിയേഴ്സും ഒന്നുമില്ല. എല്ലായിടത്തും എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നതെന്നും ഒരു നിർബന്ധമില്ല. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ രീതിയിൽ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികളെല്ലാം ഉണ്ടാക്കി തീർക്കാം എന്നുള്ളതാണ്. Each enterprise has its customized procedure which brings with the desired quantity and quality of manpower at minimum possible cost. അതായത് ഒരു നിശ്ചിത കോസ്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫിനാൻസ് അത് ചെലവഴിച്ചിട്ട് കാര്യമില്ല അല്ലെ, ഒരുപാട് പൈസ മുടക്കിയിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട്, അതായത് ചെറിയ ലക്ഷ്യമല്ല, നല്ല ഒരു പേഴ്സണെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട്
ഒരുപാട് ഫിനാൻസ് ഇറക്കണമെന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു പേഴ്സണെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു അവിടെ വർക്ക് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മിനിമം ഓരോ ഓർഗനൈസേഷനും എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരു നിശ്ചിത ഫണ്ട് ചെലവഴിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എത്രമാത്രം നമുക്കറിയാം ക്വാളിറ്റി മാത്രമല്ല എത്ര വേക്കൻസി ഉണ്ടോ അത്ര വേക്കൻസിക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 100 ആപ്ലിക്കേഷൻസ് കിട്ടി 10 പേരെ സെലക്ട് ചെയ്യാനാണെങ്കിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ നല്ല വ്യക്തികളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി പേഴ്സൺസ് ഇവിടെ യോഗ്യതയ്ക്ക് വേണ്ടി വരുമോ അല്ലെങ്കിൽ എത്രത്തോളം നല്ല പേഴ്സണെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമോ അതനുസരിച്ചിട്ട് ഒരു മിനിമം കോസ്റ്റ് വെച്ച് തന്നെയാണ്. ഒരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, നടപടിക്രമങ്ങളൊന്നും ഇല്ല. ഓരോ ഓർഗനൈസേഷനിലും അതിൻ്റെതായ നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ട് റിക്രൂട്ട്മെന്റ് എന്ന പ്രവർത്തനം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർകാസ്റ്റ് ഓഫ് മാൻപവർ റിക്വയർമെന്റ്സ്. ഈ മാൻപവറുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ ആവശ്യകതയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ വരുന്നത്. അതെന്താന്ന് നോക്കാം. റിക്വസിഷൻ ഓർ ആൻ intent for recruitment should be submitted by the line official. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷന് അത് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതായിട്ട് വരുമെന്ന് ഉള്ളത് മാനേജ്മെന്റിനെ അറിയിക്കുകയാണ് അല്ലെ. അത് ഇങ്ങനെ ലൈൻ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മേൽത്തലത്തിൽ തുടങ്ങി കീഴ്തലത്തിൽ വരെയുള്ള ഒരു വ്യത്യസ്ത തരത്തിലുള്ള പൊസിഷനിലുള്ള പേഴ്സൺസ് ആയിരിക്കും ഏതൊരു ഫോമിലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിന്റെ ഇടയിൽ എവിടേക്കാണോ ഗ്യാപ്പ് വന്നത് അത് അനുസരിച്ചിട്ട് തന്നെ ആ ഒരു റിക്വസ്റ്റ് എവിടെയാണ് ഈ ഇത്തരത്തിലുള്ള പേഴ്സൺസിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മാനേജേഴ്സ് അല്ലെ ടോപ്പ് ലെവലിലൊക്കെ ആവുമ്പോൾ ഏറ്റവും മേളിലുള്ള ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ടതായിരിക്കും. ദ റിക്വസിഷൻ ഓർ ഇന്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ റിക്വസ്റ്റ് അത് എന്താണ് റിക്രൂട്ട്മെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ ലൈൻ ഒഫീഷ്യൽ. ഓഫീസായിട്ട് അത് കൃത്യമായിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് അവർക്ക് മാനേജറിനെ അറിയിക്കണം. ദ ഇന്റന്റ് ഷുഡ് ബി ദെൻ ചെക്ക്ഡ് അഗെയിൻസ്റ്റ് ദ പോസ്റ്റ് അലോട്ടഡ് ടു ദ ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ച്. അതായത് ശരിയാണോ ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടോ ആവശ്യകതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഇന്റൻസ് അനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ വേക്കൻസി അവിടെ നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. Then if the intents are found correct, the proposed recruitments and the authorized and then initial pay, the scale and other applicable elements are decided. അതായത് ഇങ്ങനെ ഓക്കെയാണ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഇന്റന്റില് കാണിച്ചിരിക്കുന്ന മാതിരി വേക്കൻസി അവിടെ വന്നിട്ടുണ്ട് എന്ന് മാനേജ്മെന്റ് ടോപ്പ് ലെവലിലുള്ളവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ് അവർക്ക് പെർമിഷൻ കൊടുക്കുകയാണ് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള ഒരു പെർമിഷൻ അല്ലെ. അതാണ് പറയുന്നത് if the intents are found correct, the proposed recruitments are authorized. അവർക്ക് അംഗീകാരം കൊടുക്കുന്നു. and the initial pay, the scale and other applicable allowances are decided. അപ്പൊ നമുക്കറിയാം അവിടെ ഏതൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള സാലറീസ് ഒക്കെ അല്ലെ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം അല്ലെ. ഒരു ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ എത്രത്തോളം സാലറി കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം അലവൻസുകൾ വന്നിട്ടൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും അല്ലെ നേട്ടമായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ഓരോ കാൻഡിഡേറ്റ്സും ഓരോ ആപ്ലിക്കേഷൻസ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. if the intents are found correct, the proposed requirements are authorized and the initial pay, the scale and other applicable allowances are decided. അങ്ങനെ തീരുമാനിക്കുന്നു. In the end, job specification and max specifications are decided in consultation with the line managers. അതായത് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും മേലെയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ഏത് വേക്കൻസി ആണോ അതിന് മേലെയുള്ള സുപ്പീരിയേഴ്സിനോട് ആലോചിച്ചിട്ട് തന്നെ അവിടെയുള്ള ഏത് പൊസിഷനാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള വേക്കൻസിയിൽ കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക അല്ലെ. ഏത് ജോലിയാണോ ആ ജോലിന്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് മാക്സ് സ്പെസിഫിക്കേഷൻ അതായത് ആ ജോലി ചെയ്യാൻ യോഗ്യരായ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ അവരെ കൃത്യമായിട്ട് തന്നെ തീരുമാനിക്കണം. അപ്പൊ ഏത് ഗ്രൂപ്പാണ് വേക്കൻസി വന്നിരിക്കുന്നത്, ഏത് ഭാഗത്താണ് വേക്കൻസി വന്നിരിക്കുന്നത്,
അവിടെ യോഗ്യരായ ഏത് പ്രൊഫഷണൽ യോഗ്യതയുള്ള വ്യക്തിയാണ് അവരെ വേണ്ടതെന്ന് കൃത്യമായിട്ട് മാനേജേഴ്സിന് ടോപ്പ് ലെവലിലുള്ള വ്യക്തികളോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയാണ് ഇത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ പറയുന്നത്. അതായത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് എങ്ങനെയുള്ള റിക്രൂട്ട്മെന്റിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റിന് അനുസരിച്ചിട്ട് അവർ തയ്യാറാക്കുകയാണ്. ഈ ഒരു റിക്വസ്റ്റ് ശരിയാണ്, ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്, ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടതുണ്ട്, അതിനുള്ള അംഗീകാരം കൊടുക്കുന്നു. പിന്നെ അവിടെയുള്ള പേഴ്സൺസിന് അതിന് എന്തൊക്കെ അവസ്ഥകളാണ് അല്ലെങ്കിൽ എത്രത്തോളം സാലറിയാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ട് അതിനോടൊപ്പം തന്നെ ഏത് ജോലിയാണ് വേക്കന്റ് ആയിട്ടുള്ളത്, ആ ജോലിയുടെ പ്രത്യേകത, അതോടൊപ്പം തന്നെ ആ ജോലി ചെയ്യാൻ യോഗ്യനായ വ്യക്തിയുടെ അവിടെയുള്ള പ്രൊഫഷണൽസിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ തീരുമാനിക്കും. അതാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 2 പോയിന്റും. എന്താണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് കൃത്യമായിട്ടുള്ള പോളിസി പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ ഓരോ ഓർഗനൈസേഷന്റെ രീതി അനുസരിച്ചിട്ട് അവരുടെ കോസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. പിന്നത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഈ റിക്രൂട്ട്മെന്റ് ശരിയാണോ എന്നുള്ളത് അനലൈസ് ചെയ്ത് ശരിയാണെങ്കിൽ അതിന്റെ നടപടികളാണ്. അതിന്റെ ജോബിന്റെ പ്രത്യേകത, അവിടെ ആ ജോലി ചെയ്യാനുള്ള വ്യക്തിയുടെ പ്രത്യേകമായിട്ടുള്ള സ്കിൽ നോളജുകളും എന്താണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് നമ്മുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം എന്താണെന്നുള്ളത് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഇന്റേണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്, അങ്ങനെ 2 തരത്തിലുള്ള ഉറവിടങ്ങളുണ്ട് എന്ത് നമ്മുടെ ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്റേണൽ സോഴ്സസ് എന്താ പറയുന്നത്, ദീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ who are already on the payroll of an organization, that is a present working forces. അതായത് നമുക്കറിയാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി തീരുമാനിക്കുകയാണ് ഇന്നൊരു സ്ഥലത്ത് വേക്കൻസി വരാം, അല്ലെങ്കിൽ ഇന്ന കൂടുതൽ ഓർഗനൈസേഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വികസിപ്പിക്കുമ്പോൾ ഇന്ന വേക്കൻസി വരാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അതനുസരിച്ചിട്ട് എന്താണ് ഈ വേക്കൻസി അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളതുണ്ട്. അതായത് ചിലപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിനെ തന്നെ വെച്ച് ഈ വേക്കൻസി ഫില്ല് ചെയ്തിട്ട് അതായത് സൂപ്പർവൈസേഴ്സ് എന്താ പറയുക, നമുക്ക് പ്രൊമോഷനും ട്രാൻസ്ഫറും അങ്ങനെയൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്ത് താഴേക്കിടയിലുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടാണോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ്, അതായത് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ് അവരെ മുൻനിർത്തിയിട്ടുള്ള ഓരോ ജോബ് അവിടെ വേക്കൻസി ഫിൽ ചെയ്യുന്ന നടപടികളാണ്. whenever any is reported somebody from within the organization will be upgraded, transferred, promoted or sometimes demoted. അതായത് ചിലപ്പോഴൊക്കെ ഓരോ ഇതുകൾ അല്ലെ അവരുടെ അവിടെയുള്ള വർക്കേഴ്സിന്റെ പെർഫോമൻസ് അനുസരിച്ച് അവരുടെ പ്രകടനം അനുസരിച്ചിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത്, അതായത് വേക്കൻസികൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ അറിയാം ഈ മേലുദ്യോഗസ്ഥന്മാരുടെ ഒഴിവുകൾ ചിലപ്പോൾ നികത്താൻ എളുപ്പമായിരിക്കും, പക്ഷെ താഴെ കടയിലുള്ള ജോബ് വേക്കൻസികൾ കൂടുതലായിട്ട് വരും അല്ലെ, ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് വരുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളെങ്കിലും എന്താണ് അവരുടെ വർക്കേഴ്സ് നിലവിലുള്ള പോസ്റ്റ് അനുസരിച്ചിട്ട് അവർ നല്ല ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ഒരു മുൻകൂർ എന്നുള്ള കണ്ടീഷനോട് കൂടിയിട്ട് ഡിമോഷൻ നടക്കും. നിങ്ങൾ നേരത്തെ എന്താണ് താഴേക്ക് പഠിക്കുന്നുണ്ട് ഓരോന്നും, പ്രൊമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്, ഡിമോഷൻ എന്താണെന്നുള്ളത്. ഡിമോഷനൊക്കെ അതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് വിവരിക്കുന്നുണ്ട്. ഡിമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പൊസിഷനിൽ നിന്നും ഒന്നുകൂടി താഴെയുള്ള പോസ്റ്റിലേക്ക് അവരെ ഇറക്കുന്നതാണ്. കാരണം അവരുടെ ആ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വ നിർവഹണം ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രൊമോഷന് പകരം ഒന്നുകൂടി പോസ്റ്റ് താഴേക്ക് കൊടുക്കുന്ന ഒരു രീതി. അപ്പൊ ഈ രീതികളെല്ലാം ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ് അല്ലെ. ഏതൊരു സ്ഥാപനത്തിന്റെയും വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Okay, then next എന്ന് പറയുന്നത് external sources. എന്താണ് external sources പറയുന്നത്? These sources which lie consist outside the organization usually include. അതായത് നമുക്കറിയാം പറഞ്ഞ മാത്രം തന്നെ പുറത്തു നിന്നാണ് നമുക്ക് ഓർഗനൈസേഷന്റെ പുറത്തു നിന്നാണ് വ്യക്തികളെ നമ്മൾ ആകർഷിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കുന്നത്. New entrants to the labor force, that is young, mostly inexperienced potential employees, the college students. അതായത് ഫ്രഷ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവര് ഏബിൾ ആയിരിക്കും അല്ലെ, അവർക്ക് കഴിവുണ്ടാവില്ലായിരിക്കും. ജസ്റ്റ് ഒരു ഇതുകൾ മാത്രം ഒരു ചെറിയ ട്രെയിനിങ്ങിന്റെ ആവശ്യകതയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്സൈഡേഴ്സ്. Then next എന്താ പറയുന്നത്, the unemployed with a wide range of skills and abilities. അതായത് പഠിച്ച് അല്ലെ ഒരുപാട് കഴിവുകളും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഉള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. അവരിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തി നമുക്ക് ഇത്തരത്തിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാം. Then retired experienced persons. നമുക്കറിയാം ജോലി അല്ലെ അതിന്റെ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ റിട്ടയർഡ് ആവണം. ആ പ്രായത്തിന് ശേഷം അവര് എപ്പോഴാണ് അല്ലെ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർക്ക് അതിനനുസരിച്ചുള്ള അറിവുമുണ്ട്, ക്വാളിഫിക്കേഷനും ഉണ്ട്, പിന്നെ ഹെൽത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിൽ അവരിൽ നിന്നും ഈ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാം. അതേഴ്സ് വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലും എന്താണ് വ്യത്യസ്ത പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതയായിട്ട്. അപ്പൊ അവരെയുള്ള ആ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ഈ വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതെന്താണ്, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ഒഴിവ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഈ ഒഴിവുകൾ നികത്താനായിട്ട് എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സസ് ഉപയോഗിക്കാം. ഇന്റേണൽ സോഴ്സസില് പ്രധാനമായിട്ടും എന്താണ് പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ സോഴ്സസിൽ നമുക്കറിയാം ഫ്രഷേഴ്സിനെ റിക്രൂട്ട്മെന്റ് നടത്തി കയറ്റാം, അതല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവും, റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഉണ്ടാവും, മറ്റേതെങ്കിലും തരത്തില് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. അവരിൽ നിന്ന് യോഗ്യരായ വ്യക്തികളെ റിക്രൂട്ട് ചെയ്ത് കയറ്റുന്നതാണ് ഇതിന്റെ എക്സ്റ്റേണൽ സോഴ്സസില് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതുവരെയും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ഉണ്ട്. എന്താണ് ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്നത്? ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്നത് ദീസ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് പബ്ലിക് recruiters to educational and professional institutions, employees contact with the public and managed exhibits. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ കോളേജുകളൊക്കെ ആകുമ്പോൾ നല്ല ഒരു ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തിയിട്ട് കുട്ടികളെ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട് അല്ലെ. അതെങ്ങനെയാണ്? എന്തെങ്കിലും എക്സിബിഷനോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് അവര് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാര് നേരിട്ട് പോയി അവിടെ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് വ്യക്തികളുടെ കഴിവുകളും മികവുകളൊക്കെ പരിശോധിച്ച് നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ സെലക്ട് ചെയ്യും. അതാണ് ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. These consist of sending traveling recruiters to educational and professional institutions, employees contract with the public and managed exhibits. അതായത് അവരുടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ അവരെ നിരീക്ഷിച്ച് അവരുടെ കഴിവുകളെല്ലാം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി അവർ ഏബിൾ ആണെന്ന് കാണുമ്പോൾ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേസുകളിൽ നിന്നെല്ലാം എഡ്യൂക്കേഷൻ സെന്ററുകളിൽ നിന്നെല്ലാം വ്യക്തികളെ ക്യാൻവാസ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഡയറക്റ്റ് മെത്തേഡ്. One of the widely used direct method is that of sending recruiters to colleges and technical schools. പൊതുവെ നമുക്കറിയാം ടെക്നിക്കൽ സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളിലെല്ലാം ഇങ്ങനെയുള്ള ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടന്നു വരുന്നതാണ്. അത് ഡയറക്റ്റ് മെത്തേഡാണ്. Then indirect methods. Indirect methods എന്താണ്? Advertising in newspapers, on the radio, in trade and professional journals, technical magazines,
vouchers are mostly included in this method. നമുക്കറിയാം ഡയറക്റ്റ് അല്ല അല്ലെ, അവര് വ്യക്തികളെ നേരിട്ടല്ല കാണുന്നത്, മറ്റേതെങ്കിലും അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങളൊക്കെ കൊടുത്ത് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ റേഡിയോയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ അല്ലെ ചാനൽസുകളിലൊക്കെ നമുക്കറിയാം അത്ര ഇതുകളെല്ലാം കൃത്യമായിട്ട് മാഗസീൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലെല്ലാം ഇത്തരത്തിലുള്ള വേക്കൻസിയും കൂടി പോസ്റ്റ് ചെയ്തിട്ട് അവര് ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. Then third one, third party method. അപ്പൊ ഡയറക്ട് മെത്തേഡ് എന്താണെന്നും നെക്സ്റ്റ് ഇൻഡയറക്ട് മെത്തേഡ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് തേർഡ് പാർട്ടി മെത്തേഡിൽ പറയുന്നത്? The use of a commercial or a private employment agencies, state agencies, placement office of the schools, colleges and professional associations, recruiting firms, management consulting firms, friends and relatives. നമുക്കറിയാം ഒരു ജോലിയുടെ ഒഴിവ് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ്ലി നമ്മൾ എന്താണ് നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ് എങ്കിൽ ആദ്യം അറിയിക്കും അല്ലെ, ആ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ നമ്മളിതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്യാനായിട്ട്. പിന്നെ അതുമാത്രം തന്നെയാണ് എന്തും ബാക്കിയെല്ലാം നമ്മളെ ഏജൻസികൾ വഴി നമ്മുടെ ബയോഡാറ്റാസ് ഒക്കെ അല്ല എല്ലാവരും എന്താണ് അവരവരുടെ ബയോഡാറ്റാസും കാര്യങ്ങളൊക്കെ ജോലി അന്വേഷിക്കുന്നവരെല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്യും. ഏതെങ്കിലും ഇൻ കേസ് നമുക്കറിയാം പ്രൈവറ്റ് ഏജൻസി ഉണ്ടാവും, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഏജൻസികളുണ്ട്, പ്ലേസ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുണ്ട്, പിന്നെ അസോസിയേഷൻസോ റിക്രൂട്ട്മെന്റ് ഫോംസുകളോ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ജോലി വാഗ്ദാനം ചെയ്തത്. ചിലവരെന്താണ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ കുറച്ച് എന്താണ് ക്യാഷൊക്കെ വെച്ചുകൊണ്ട് ചില വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള രീതികളൊക്കെ ഉണ്ട് അല്ലെ. അതുമായ ഒരു ബിസിനസ് ആയിട്ട് നടക്കുന്ന ഏജൻസികളും ഉണ്ട്. പക്ഷെ നമുക്കറിയാം ചിലതെല്ലാം നല്ല അല്ലെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരുന്നതനുസരിച്ചിട്ട് തന്നെ എല്ലാവരെയും അറിയിച്ചിട്ട് ഇത്തരത്തിലുള്ള വേക്കൻസി ഫില്ല് ചെയ്ത് പോകുന്നവരുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതാണ് എന്ത് തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ, നല്ല ലേബിൾ ആയിട്ട് നല്ല മാർക്കുകളൊക്കെ സ്കോർ ചെയ്യുന്നവരെ നല്ല നല്ല ഓർഗനൈസേഷൻസിൽ അവര് ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്ന് ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പോകും. അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇതേമാതിരി അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ട് നമ്മൾ എന്താണ് ഓരോ പ്രൊഫഷൻസ് യോഗ്യത ഉള്ളവരെല്ലാവരും അതിന് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ഫണ്ട് കൊടുത്തിട്ടോ അല്ലാതെയോ എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനകളുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഏജൻസി അല്ലെ അത് അവരുടെ ആപ്ലിക്കേഷൻ ഫോംസുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് യോഗ്യരായവർക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ ഒരു മെത്തേഡുകളെല്ലാം എന്താണ് റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നെക്സ്റ്റ് എന്താണ് മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പോയിന്റോടുകൂടി നമ്മുടെ ഇത് കഴിയാണ്. ഇതാണ് പ്രോസസ്, അതിന്റെ ആ ഒരു സ്റ്റെപ്സുകൾ കഴിയാണ്, റിക്രൂട്ട്മെന്റിന്റേതായ സ്റ്റെപ്സുകൾ. ഇതിലെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? Recruiting sources should be periodically assessed. For this purpose, the criteria may be the cost per applicant, the applicant or the hiring ratio, then performance appraisal, etc. അതായത് നമ്മളെപ്പോഴും അല്ലെ ഓരോ ഇതുകളും നമ്മളൊരു ഓർഗനൈസേഷന്റെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഏതോ ഒരു പേഴ്സൺസ് അവരുടെ യോഗ്യത വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവര് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് നന്നായിട്ട് വിലയിരുത്തും അല്ലെ. പ്രൊഫഷണൽ പീരിയോഡിക്കലി അസസ്ഡ്. റിക്രൂട്ടിംഗ് സോഴ്സസ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കും, ഏതോ അപ്ഡേറ്റ് ആയിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കും. ഫോർ ദിസ് പർപ്പസ് ദ ക്രൈറ്റീരിയ മേ ബി ദ പോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. അതായത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പോസ്റ്റ്. അത് നമുക്കറിയാല്ലേ ചില കുട്ടികളെല്ലാം നമുക്ക് വലിയ വലിയ ഇൻ കേസ് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾക്കൊക്കെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആണെങ്കിലൊക്കെ ഹൈ കോസ്റ്റ് ഒക്കെ അവർ ഈടാക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു മെൻഷനാണ്. ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ചീപ്പ് കോസ്റ്റ് ഒക്കെ ആയിരിക്കും, അപ്പൊ അത്യാവശ്യം ആൾക്കാരെല്ലാം
അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ചില സ്ഥാപനങ്ങളിൽ ശ്രീമതി പേര് കേട്ട സ്ഥാപനങ്ങൾ അവരവരുടെ കോസ്റ്റ് കൂട്ടും, പക്ഷെ എന്നാലും അത് നല്ല യോഗ്യരായവര് കിട്ടുകയാണെങ്കിൽ നല്ലൊരു പൊസിഷനാണല്ലോ എന്നോർത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കന്റ് ഓർ ഹയറിംഗ് റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു 100 പേരെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 10 പേരെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടുക എന്നുള്ളത് ഹയറിംഗ് റേഷ്യോ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് അവിടെ ഇത്രയും പേരെ സബ്മിറ്റ് ചെയ്യാനാണ് ഒരു ചാൻസ്, ഇത്രയും പേര് സബ്മിറ്റ് ചെയ്താൽ ഇത്രയും ചാൻസ് ഉണ്ടെന്നുള്ള ആ ഒരു റേഷ്യോ, അതാണ് ഹയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. തന്നെ ടേണർ എന്ന് പറയുമ്പോൾ നമുക്ക് കാലാവധി ഉണ്ട് അല്ലെ, ഇത്രയും നാളുകൾക്കുള്ളിൽ ഈ ഒരു വിളിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻസ് വിളിക്കുള്ളൂ. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷൻസ് വിളിക്കല്ലേ റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകും. അപ്പൊ ഓരോ ഒരു റിക്രൂട്ട്മെന്റിനും ഒരു നിശ്ചിത കാലാവധി ഉണ്ട്, ടേണറുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പെർഫോമൻസ് അപ്രൈസൽ എക്സെട്ര, അതായത് ഓരോ സ്ഥാപനത്തിന്റെയും ആ ഒരു പെർഫോമൻസ് അല്ലെ, പ്രകടനം എന്നുള്ളത് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം നഷ്ടത്തിൽ പോകുന്നതാണ് എങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആരും തയ്യാറാവില്ല. അപ്പൊ അല്ലെങ്കിൽ ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആരും തയ്യാറാവണമെന്നില്ല. അപ്പൊ അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഘടകമാണ്. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പെടുന്നതാണ് ഒന്ന് പോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, പിന്നെ ഉള്ളത് ഹയറിംഗ് റേഷ്യോ, ആപ്ലിക്കന്റ് ഓർ ഹയറിംഗ് റേഷ്യോ, കാലാവധി എന്നുള്ളത്, പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളതല്ല. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റേതായിട്ടുള്ള സ്റ്റെപ്സുകൾ. വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് ഒന്ന് ഐഡിയാസ് മാത്രം നോക്കാം. റിക്രൂട്ട്മെന്റ് പോളിസി അല്ലെ, പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുമ്പോൾ അതൊരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും ഉടമസ്ഥൻ അത് ചെയ്യുന്നത്. അതായത് ആ ഒരു പ്ലാനിങ്ങിൽ അദ്ദേഹം ഉള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അവിടെയുണ്ട്, ഫോളോ ചെയ്യുന്ന. അതായത് മസ്റ്റായിട്ടും അവിടെയുള്ള ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു എയിം അല്ലെ. അവിടെയുള്ള എംപ്ലോയറിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഏത് വേക്കൻസി ആണോ വന്നിരിക്കുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഹയർ ചെയ്യുന്നത്. അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് കുറെ ഫെസിലിറ്റീസ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, കാരണം അതിന്റെ ബേസിസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നോക്കാം. അതോടൊപ്പം തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അല്ലെ, അവരുടെ ഇപ്പൊ ഫ്രഷേഴ്സ് ഒക്കെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് അവരുടെ വളർച്ച, അവരുടെ പ്രൊഫഷണലെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യും, അവസരങ്ങളെല്ലാം ഒരുക്കും എന്നുള്ള വാഗ്ദാനത്തോട് കൂടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. അതായത് ഇതിൽ നമ്മുടെ വ്യത്യസ്ത പ്രധാനമായിട്ട് പറയുന്നത് റിക്രൂട്ട്മെന്റ് നടപടിക്ക് പ്രധാനപ്പെട്ട ഒരു ചില പ്രിൻസിപ്പിൾസോ നിയമവശങ്ങളോ ഒന്നുമില്ല.
ഓരോ ഓർഗനൈസേഷനും അവരവരുടേതായ രീതിയിൽ തന്നെ എന്താണ് റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് എടുക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവരുടെ കോസ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ മിനിമം കോസ്റ്റ്, അതായത് ഒരുപാട് ചെലവാക്കാതെ തന്നെ മിനിമം കോസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടപടി നടത്താനാണ് ഏതൊരു ഫേമും തയ്യാറാവുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്, അതായത് റിക്രൂട്ട്മെന്റിന് ഇങ്ങനെയുള്ള ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്, അത് കറക്റ്റ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെയുള്ള നടപടികളിലേക്ക് ഇറങ്ങിയാണ്. അങ്ങനെയുള്ള നടപടികളിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ തന്നെ പേഴ്സണ് അനുവദനീയമായ സാലറിയും അലവൻസുകളും എല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് ഡിസൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏത് തരം ജോലിയാണ്, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മേലുദ്യോഗസ്ഥന്മാരോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെന്റ് ആണ്. അത് ഇന്റേണൽ സോഴ്സ് വഴി നമുക്ക് നികത്താൻ പറ്റുമോ ആ വേക്കൻസികളെല്ലാം നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള, അതായത് നമുക്കറിയാം സ്റ്റാഫിന്റെ ഹൈറാർക്കി സിസ്റ്റത്തിന് അനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഒക്കെ കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്ത് താഴേക്കിടയിലുള്ള വേക്കൻസികളാണോ നികത്തേണ്ടത് എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ്, പുറത്തുനിന്നുള്ള സോഴ്സസ് ആണ് വേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നമുക്കറിയാം. എന്താണ് പൊതുവെ എന്താണ് മോസ്റ്റ്ലി യങ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിക്കയറ്റണോ, അതല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നും അല്ലെങ്കിൽ റിട്ടയർഡ് എക്സ്പീരിയൻസ് പേഴ്സൺസിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഔട്ട്സൈഡേഴ്സ് ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ രീതി ഏതൊക്കെയാണുള്ളത് വ്യക്തമാക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തികളെ അല്ലെ, നമ്മൾ യങ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെയാണ് തീരുമാനിക്കണമെങ്കിൽ അത് നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ് വഴി, അതായത് ക്യാമ്പസ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരണോ, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി അഡ്വർടൈസ്മെന്റും റേഡിയോയിലൂടെയോ ന്യൂസ് പേപ്പറിലെയോ മാഗസീൻസിലൂടെയൊക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കണോ, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി മെത്തേഡ് നമുക്കറിയാം ഏതെങ്കിലും ഏജൻസിനെ സമീപിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗവൺമെന്റ് ഏജൻസികളുണ്ടാവും, പ്രൈവറ്റ് ഏജൻസികളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഏജൻസികളുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഇതിനെ കോൺടാക്ട് ചെയ്ത് ഇൻ കേസ് അവിടെയുള്ള വർക്കേഴ്സിന്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനെ വെച്ചുകൊണ്ട് ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഔട്ട്സൈഡേഴ്സിനുള്ള രീതിയിൽ തന്നെ ഫില്ല് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു റിക്രൂട്ട്മെന്റ് നടപടികൾ വരുമ്പോൾ അതിൻ്റെതായ കുറച്ച് ഘടകങ്ങളുണ്ട് അല്ലെ. കൃത്യമായിട്ട് തന്നെ നല്ല രീതിയിൽ മാത്രമാണ് ആൾക്കാർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഫഷൻസ് നല്ല രീതിയിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് പെർ ആപ്ലിക്കേഷന്റെ ആ കോസ്റ്റ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഹയറിംഗ് റേഷ്യോ എത്രത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നത്. നമുക്കറിയാം നേരത്തെ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ഇത്ര പേരെ വിളിച്ചിട്ട് ഇത്ര പേർക്ക് ആപ്ലിക്കേഷൻസ്, അതായത് ജോലി കിട്ടി എന്നറിയുന്നത് അതും കൂടി വിലയിരുത്തിയിട്ടായിരിക്കും വ്യക്തികൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. അല്ലാതെ ഒരുപാട് പൈസ മുടക്കിയിട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻസ് ചോദിക്കുമ്പോൾ നിലവിലുള്ള നേരത്തെ കിട്ടിയുള്ള എക്സ്പീരിയൻസുകളെല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് എല്ലാവരും നല്ല നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരൊക്കെ കൊടുക്കുള്ളൂ. കാരണം ഇത്രയും പേരെ വിളിച്ചിട്ട് ഇത്രയും പേരൊക്കെ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം മുൻകൂട്ടി നോക്കും. അതാണ് ഹയറിംഗ് റേഷ്യോ ഉള്ളത്. പിന്നെ നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിനുള്ളിൽ ഈ ആപ്ലിക്കേഷൻസ് TNUR ആണ് ഉദ്ദേശിച്ചത്, അത് കാലാവധി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിലെന്താണ് പെർഫോമൻസ് അപ്രൈസർ മറ്റൊരു ഘടകമാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അത് നന്നായിട്ട് തന്നെ റാങ്ക് പോകുന്നതാണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതെല്ലാം വിലയിരുത്തിയിട്ടാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുള്ളൂ. അതെല്ലാം റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് സെലക്ഷൻ എന്താണ്, നമ്മൾ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിൽ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് എന്താണ്, സെലക്ഷൻ ആണ്. നോക്കാം. The selection procedure is related to acquiring relevant information about an applicant.
അറിയാം സെലക്ഷൻ എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നല്ല വ്യക്തികളെ യോഗ്യരായ വ്യക്തികളെ വേക്കൻസി എവിടെയാണോ ജോലി ഒഴിവ് വന്നിരിക്കുന്നത് അതിന് അർഹരായ വ്യക്തികളെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു പ്രൊസീജിയർ ആണ് സെലക്ഷന് നടക്കുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ഈസ് related to acquiring relevant information about an applicant. ആപ്ലിക്കന്റിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് അതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is mostly likely to carry out the well is that job. അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾക്ക് സെലക്ട് ചെയ്യണം അല്ലെ. അവിടെ അവര് സെലക്ഷൻ കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത് അർഹരായ പേഴ്സണെ ആയിരിക്കും. അപ്പൊ അതിലെന്താണ് വെദർ ആൻ ആപ്ലിക്കന്റ് മീൻസ് ടു ക്വാളിഫിക്കേഷൻ, അവര് മതിയായ ക്വാളിഫിക്കേഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുണ്ട്, അതായത് മതിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തും. For a specific job and to select the applicant who is mostly likely to carry out well in that job. ഒരേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസ് ആയിരിക്കും നമ്മളെ ചെയ്തല്ലേ. നമ്മളൊരു വേക്കൻസി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ അതിന് മേലെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, അത് തന്നെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് അതിൽ നിന്ന് ഏതാണ് നല്ല പേഴ്സൺസ്, അതായത് മേലെയുള്ള പേഴ്സൺസ് ആണോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം സെയിം ആണ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സണെ ആണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത് who is mostly like to carry out a well in that job. ആരാണ് ഈ ജോബ് ചെയ്യാനായിട്ട് നല്ല യോഗ്യരായ വ്യക്തി എന്ന് നോക്കേണ്ടത്. Then selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. അതായത് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനിൽ യോഗ്യരായ ചൂസ് ചെയ്യുകയാണ്, അതായത് സെലക്ട് ചെയ്യാണ് ഏത് പേഴ്സണെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഏറ്റവും നല്ല പേഴ്സൺ ഏതാണെന്നുള്ളത് തെരഞ്ഞെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാത്തവരെ റിമൂവ് ചെയ്യുന്നത് അല്ലെ. ആവശ്യമുള്ള പേഴ്സൺസ് ഏറ്റവും യോഗ്യരായ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് സെലക്ഷനിൽ വരുന്നത്. Then while planning in a selection policy, due consideration should be given to organization needs as well as a technical and a professional extent of a selection procedure. അതായത് നമുക്കറിയാം ഇതില് അല്ലെ ഈ സെലക്ഷൻ പോളിസിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം ഓർഗനൈസേഷന്റെ ആവശ്യം എന്താണോ. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും ക്വാളിഫിക്കേഷൻ മാത്രമല്ല അല്ലെ ചില അതിന് യോജ്യമായിട്ടുള്ള പേഴ്സൺസിനും കൂടി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായി ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള പേഴ്സൺസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി കൂടിയാണ് സെലക്ഷനില് നടത്തിക്കൊണ്ടുപോകുന്നത്. നമുക്ക് ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പോരാ എങ്കിൽ കൂടി ടെക്നിക്കലും പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് അത് എത്രത്തോളം എബിലിറ്റി ഉള്ള പേഴ്സൺസ് ആണെന്ന് സെലക്ട് ചെയ്യുന്ന പ്രവർത്തനം കൂടി സെലക്ഷനിൽ വരുന്നുണ്ട്. ഈ സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണിത്. അതുകൊണ്ട് തന്നെ വായിച്ചു പോയാലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും നോക്കാം ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതായത് സെലക്ഷൻ നടത്തുമ്പോൾ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവിലെ ഒരു ഇതായിട്ട് നിങ്ങൾ യോഗ്യരാണോ എന്ന് കണ്ടെത്തേണ്ട ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തി സെലക്ഷൻ ചെയ്യും. ആപ്ലിക്കേഷൻസ് ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻസ് ഫോം എ ഫാക്ട് ഫൈൻഡർ വിച്ച് ഹെൽപ്സ് ഓക്കെ. ഞാൻ സെലക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടേം ആയതുകൊണ്ട് ഞാൻ സ്പീഡിൽ ഇട്ടുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Application blank or application form, a fact and finder which helps one to learn about an applicant's background and their life history. അതായത് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെ സെലക്ഷൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്റർവ്യൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ടോ അത് ഒരു അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. ഇത് സെലക്ഷന്റെ ഒരു ടോപ്പിക്കാണ്. ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്നുണ്ട്. അപ്പൊ സെലക്ഷന്റെ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അത് തരികയാണ്. ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്യും അല്ലെ. അത് ചിലപ്പോൾ പല പല ഡീറ്റെയിൽസും ഈ ഓർഗനൈസേഷന്റെ മേലുള്ളവരെ ക്വസ്റ്റ്യൻസ് ബേസിൽ ചോദിച്ചിരിക്കും. അപ്പൊ അത് ആ ചോദ്യം അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യും അല്ലെ. ഈ ഫില്ല് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത
ഇവരെന്താ ചെയ്യുന്നത്? വിച്ച് ഹാസ് വൺ ടു ലേൺ അബൌട്ട് ആൻ ആപ്ലിക്കൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി. അപ്പൊ ഇവരിത് ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ പേഴ്സൺസും അവിടെ അർഹരായി വന്നിരിക്കുന്ന ഓരോ പേഴ്സൺസിന്റെയും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഹിസ്റ്ററികളെല്ലാം ഒന്നാമത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതെല്ലാം അവര് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കും. All conducted interviews to inspect the act and get to the attitude of the applicant and his family to the job. നമുക്കറിയാം ചില പേഴ്സൺസ് അവര് എന്താണ് പ്രൊഫഷണലി ഓക്കെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയവരായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോ അവർക്ക് ആ ഒരു ജോലിയോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള പേഴ്സൺസിനൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്താൽ എന്താ പ്രത്യേകത? അവര് ഓക്കെ യോഗ്യരാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, പക്ഷെ ജോലിക്ക് നല്ല റണ്ണിങ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസിനെ റിമൂവ് ചെയ്യുന്ന പറയുന്നത് അത് തന്നെ. അതെ, അവര് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ, അത് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ് നമ്മള് എല്ലാവരും എല്ലാ ഡീറ്റെയിൽസും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങള് ഇവര് ഇന്റർവ്യൂവിലെ ഇതാണത് ഇന്നത്തെ പറയുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കും ഈ പേഴ്സൺസിന് ഇഷ്ടമുണ്ട്, ഈ ജോലിയോട് താല്പര്യമുണ്ട്, പേഴ്സൺസിന്റെ ഹിസ്റ്ററി നോക്കി കഴിയുമ്പോൾ താല്പര്യമുള്ള ഒരു ജോലിയാണ് അല്ലെ എന്നുള്ള ഒരു ടേം അവർക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷനിൽ പറയുന്നത് ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ സക്സസ്. ചില ജോലിക്ക് അതിന് അനുയോജ്യരായ വ്യക്തികളെ പ്രൊഫഷണൽ മാത്രം പോരാ, എന്താണ് അവരുടെ ആരോഗ്യം കൂടി പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ. ഇപ്പോ നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് ഫിസിഷ്യൻ എന്താണ് എന്തെങ്കിലും ഹെൽത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഡോക്ടേഴ്സിനെ നഴ്സുമാരെ മാത്രമല്ല, ഓക്കെ ചെറിയയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അല്ലെ. അവര് ഭയങ്കര പേടിപ്പെടുന്ന വ്യക്തികളൊന്നും ആയിരിക്കരുത്. അവർക്ക് എന്താണ് എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു പവർ വേണം അല്ലെ. എന്ന് പറഞ്ഞ മാത്രമല്ല ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാലും അതെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വില്ലിങ് ആണെങ്കിൽ ആ പേഴ്സൺസിന്റെ എന്താണ് സർജറി ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ പേഴ്സൺസ് എല്ലാം നല്ല ക്വാളിഫൈഡ് മാത്രമല്ല, അവർക്ക് ഏബിൾ ആണ്, അനുയോജ്യമാണ്. അവർക്ക് ഹെൽത്തി പൊസിഷൻസ് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സെലക്ഷൻ നടപടികൾക്ക് വിധേയമാക്കാനായിട്ട്. അപ്പോ നെക്സ്റ്റ് എന്താ പറയുന്നത്? Psychological testing to inspect the surface area and get an objective look at the candidates suitably for job. Candidates aptness for a job. അതായത് ഈ ഒരു ഇതിൽ പറയുന്ന മാറ്റർ മറ്റേ നേരത്തെ പറഞ്ഞ ഹെൽത്തിന്റെ എക്സാമിനേഷൻ നടത്തുന്നതാണ് ഏബിൾ ആണോ എന്ന് അറിയാനായിട്ട്. ഈ ഒരു ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജോലി അത് ഒരുപാട് അകലെയാണെങ്കിൽ എന്താ പ്രത്യേകത? നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ആ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അല്ലെ. നിയറസ്റ്റ് ലൊക്കാലിറ്റി നമ്മുടെ അടുത്തൊരു ലൊക്കാലിറ്റി തന്നെയാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ആ ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവര് എപ്പോഴും ആബ്സെന്റീസ് ഒന്നും വരാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല അല്ലെ. എല്ലായ്പ്പോഴും % ആയിട്ട് തന്നെ അവർക്ക് ജോലി പ്രാപ്തമാവാനായിട്ടൊക്കെ സാധിക്കും. അതാണ് ഇതിന് പ്രത്യേകമായിട്ട് പറയുന്നത്. എന്താണ് psychological testing to inspect the surface area and get an objective look at candidate is suitably for job. അത് ആ ഒരു ഏരിയയിലുള്ള പേഴ്സൺ ആണോ എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ജോലിയോട് ഏറ്റവും അടുത്ത് വന്ന് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കും. കാൻഡിഡേറ്റ്സ് ആബ്സെൻസ് ഫോർ ജോബ്, അവർക്ക് എന്താണ് ആബ്സെന്റീസ് ഒന്നും വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല, എപ്പോഴും പ്രസന്റ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതെല്ലാം എന്താണ് മാനേജേഴ്സിനെ തീരുമാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ റെഫറൻസ് ചെയ്യുക. റെഫറൻസ് ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിലയിരുത്തും. എന്താണ് ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. അതിനുശേഷം ഓക്കെ സെലക്ഷൻ കുഴപ്പമില്ല, ഈ പേഴ്സൺസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരിക്കും. ഇന്റർവ്യൂ പോലെയല്ല സെലക്ഷൻ നമ്മൾ നടത്തുന്നത് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്ത് വരുമ്പോഴെന്താണ് ചിലപ്പോ ബ്ലാങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫില്ലപ്പ് ചെയ്യിപ്പിച്ച് ഈ തൊഴില് അവർക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു രീതിയാണത്. ചില ടീച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലേ, അവർക്ക് എന്താണ് ഫാമിലി എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി കഴിയുമ്പോൾ അവര് എല്ലാവരും അല്ലെ ഫാദേഴ്സും ഗ്രാൻഡ് ഫാദറും അല്ല, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഒരു രീതിയായിരിക്കും. ഏത് പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്. ചിലരെല്ലാം ലോയേഴ്സ് ആണ്, ചിലരെല്ലാം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്
അവർക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത് എന്താണ് ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കിയിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്നാളുള്ളത് എന്താണ് ഹെൽത്ത്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ്. മറ്റൊന്ന് എന്താണ് അവിടെയുള്ള ലൊക്കാലിറ്റി എത്രത്തോളം മറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അവര് റെഫറൻസ് ചെക്ക്, ഫൈനൽ സെലക്ഷനിൽ എന്താണ് അവരെ ഡിസൈഡ് ചെയ്യാനോ ഒക്കെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പ്രൊഫഷണൽ യോഗ്യതയൊക്കെ ഉണ്ട്, ഇവയ്ക്ക് ഇന്ന കാര്യങ്ങളും കൂടി യോഗ്യതകളൊക്കെ ഉണ്ട്, അത് ഒരു അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. ഇതെല്ലാം എന്താണ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ്. അപ്പൊ അത്രയാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് പറയുന്നത്. ഇനി വീണ്ടും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ ഒരു ടോപ്പിക് കൂടി നോക്കാം. ഇതിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. എന്താ പറയുന്നത്, ആസ് പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതായത് ഇതില് ഈ ടെസ്റ്റുകളെ വിധേയമാക്കുന്നതിന്റെ അടിസ്ഥാനത്തില് പല രീതിയിലെ ടെസ്റ്റിന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നത് tries to test your ability to carry out a task and react to situations at work. നമുക്കറിയാം, നമ്മളിപ്പോ നേരത്തെ ഒരു മെസ്സേജ് കണ്ടേ അല്ലെ, മോർച്ചറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പെട്ടെന്ന് വയലൻസ് ചെയ്യാതെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഇത് അത് പറ്റിയെന്ന് വരില്ല. അത് ആ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്താണ്, അത് എങ്ങനെയാണ് റിയാക്ഷൻ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവര് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവര് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണെങ്കിൽ ഓക്കെ, അവർക്ക് ഈ പറഞ്ഞ മോർച്ചറിയിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തി നോക്കുന്നതാണ്. അവിടെ കുഴപ്പമില്ലാത്ത പേഴ്സൺ ആണ്, യൂത്തിലാണ്, നെഗറ്റീവ് അവരെ നോക്കുമ്പോഴൊക്കെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ അതുകൂടി കപ്പാസിറ്റി നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ നോക്കാം. To evaluate the developed knowledge or skill after a period of training. ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അവര് എബിൾ ആണോ എന്ന് നോക്കിയാണ്. ഒരു ട്രെയിനിങ് കാലാവധി 3 മാസം കൊടുക്കുമ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡില് ഇവർക്ക് ഓക്കെ അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് ആ ജോലി കൊടുത്തു കഴിഞ്ഞാൽ, പെർമനന്റ് യോഗ്യത കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവര് നന്നായിട്ട് തന്നെ പോകുമെന്ന് വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് ആണത്. അപ്പൊ ആദ്യം തന്നെ എന്താണ്, കുറച്ച് നാള് പീരിയഡ് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താ കൊടുക്കുന്നത്? മെയിൻലി അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. അവിടെ ഹ്യൂമന്റെ ആ ഒരു പെരുമാറ്റ രീതിയാണ്, വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റ രീതിയാണ് വിലയിരുത്തുന്നത്. Personality testing and assessment refer to techniques designed to measure the characteristics, patterns of traits that people show across various situations. നമുക്കറിയാം, ഒരു കാര്യം പറയുന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എല്ലാവർക്കും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ഒക്കെ ആവുമ്പോൾ അവർക്ക് പറയുന്ന കാര്യത്തിനൊക്കെ. പക്ഷെ ഇതൊക്കെ എന്താണ് ഓരോ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള രീതി അത് എത്രത്തോളം നന്നായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവര് എങ്ങനെയാണ് പെരുമാറുന്നത്, പല കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാം, പെട്ടെന്ന് എമർജൻസി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്, പല കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്പീഡും ആ ഒരു ഇതും അവർക്കെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും അതെല്ലാം എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റില് വിലയിരുത്തുകയാണ്. ചില നമ്മള് അറിയാലേ, ചില കാര്യങ്ങളിലെല്ലാം ഹോസ്പിറ്റലിലേക്ക് നമ്മള് കാമൻ ക്വൈറ്റ് പബ്ലിക് അവർക്ക് അതിനുണ്ടോ, കാമൻ ക്വൈറ്റിനോടുകൂടെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതും എന്താണ് കസ്റ്റമേഴ്സിനോടൊക്കെ ഡീൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ പേഴ്സണാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിലയിരുത്താനാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിങ് നടത്തുന്നത്. ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഡിറ്റർമിൻ എ പേഴ്സൺസ് പെർഫോം പ്രിഫറൻസ് ഫോർ എ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. അതായത് നമ്മള് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾക്ക് അല്ലെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇറ്റ് ഡിറ്റർമിൻസ് എ പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ എ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളോട് അവർക്ക് ഒരു മമതയുണ്ടാവും. അത്
അവരുടെ ആ ഒരു ചിലപ്പോൾ അവരെന്താണ് ഒരു ബയോളജിക്കലായിട്ട്, അതായത് ഒരു ജന്മന അവർക്ക് ചിലതിനോട് ചില താല്പര്യങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് അവര് വെളിപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് ആ ഒരു രീതിയിലേക്ക് തന്നെ അവർക്ക് പോസിറ്റീവ് ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ ലീഡർഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മേൽനോട്ടം നടത്താനുള്ള ഒരു കാര്യം, ചില ഇൻചാർജുകളോ അല്ലെങ്കിൽ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ചില ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നല്ല കാമൻ ഗൈഡോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത ഫീൽഡുകളാണ് അല്ലെ. അവിടെ ഒരേപോലെ തന്നെ ആയിരിക്കും നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ടൊക്കെ വ്യക്തികൾ എല്ലാവരും തന്നെ വരുന്നത്. പക്ഷെ അവർക്ക് ചില വ്യത്യസ്ത മേഖലകളിലേക്ക് തരംതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ എന്താണ് അങ്ങനെ തരംതിരിച്ചു കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടി ആ ജോലി ചെയ്തു പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ജോലി ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം എന്താണ് ഓരോ വ്യക്തികളെ അത് അർഹരായവരാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം നടത്തുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് ട്രൈസ് ടു ഇതില് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഒരു ടാസ്ക് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ റിയാലിറ്റി ഷോ ഒക്കെ കാണുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ആ കടമ്പകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻസ് ഒക്കെ ട്രൈസ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് ആയിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണ് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അപ്പൊ അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അത് എത്രത്തോളം സമയം കൊണ്ട് ആ ടാസ്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു, എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അത് പതിയെ പതിയാണ് ആ ടാസ്ക് അവർ ചെയ്ത് നേടിയെടുക്കുന്നത്, സ്പീഡിലെയാണോ ആ ടാസ്ക് കൈകാര്യം ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തോടും അല്ലെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണോ ആ ടാസ്ക് അവർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു റിയാക്ഷൻസ് അതെല്ലാം മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനോ കുറച്ചും കൂടി ഒരു ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്. നോക്കാം എന്താണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. ഇതിന്റെ ഇതെങ്ങനെ പറഞ്ഞു പോകണത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, ഇത് ബിഹേവിയർ സംബന്ധിച്ചുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ എല്ലാം നടത്തിയത്. ഇനി എന്താണ് അത് പെരുമാറ്റ രീതിയെ കുറിച്ചിട്ടാണ്. ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ഇതിന്റെ ഉപയോഗത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദ യൂസ് to which the tests are put, they may be categorized in three broad categories. അതായത് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതായത് ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഇവിടെ തുടങ്ങി. ഈ തേർഡ് പോയിന്റിന് ശേഷം ഫസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സി വരെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ വരെ കട്ട് ചെയ്ത് കളയാനുള്ള ഭാഗമാണ്. എവിടെ തുടങ്ങി? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് തുടങ്ങി ഈ ഒരു ടൈപ്പ് ഓഫ് വർക്ക് വരെ. ഇത് വീണ്ടും വെറുതെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. നമുക്ക് നോക്കാം സെലക്ഷൻ ടെസ്റ്റ് എന്താണെന്നുള്ളത്.
These tests are done to select apt candidates for a particular job. അതായത് സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, സെലക്ഷൻ എന്ന് പറയുന്നത് കുറെ ആപ്ലിക്കേഷൻ ഉള്ളതിന് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുക. ആ ഒരു ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് നടക്കുന്നത്. Then a classification test എന്ന് പറയുന്നത് under such a test, special consideration are given to decide on which of the several possible assignments or a person will be able to do his best. അതായത് ഒരുപാട് അസൈൻമെന്റ്സ് അവർക്ക് കൊടുക്കുകയാണ്. ഒരുപാട് പേഴ്സൺസിന് ഒരുപാട് അസൈൻമെന്റ്സ് കൊടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് അവര് കൈകാര്യം ചെയ്ത അസൈൻമെന്റ് ഏതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി എടുക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പല അസൈൻമെന്റ്സ് കൊടുക്കുന്നു. ആ അസൈൻമെന്റില് ഏതാണ് നന്നായിട്ട് അവര് കൈകാര്യം ചെയ്തത്, അതിൽ നിന്നും അവരുടെ കഴിവ് മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ ടെസ്റ്റിനെ പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റിലും ഇതിനെ പറയുന്നത് സെലക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിലും എന്താണ് സെലക്ട് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഇന്ന ജോലി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ജോലി കൊടുക്കുന്നത് എങ്ങനെയാണ്, അവരൊരുപാട് അസൈൻമെന്റ്സ് കൊടുക്കുന്നു. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത അസൈൻമെന്റ് എന്താണോ ആ അസൈൻമെന്റ് അനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഇതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് rather than distinctly different type of work. അതായത് ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള വർക്കാണ് അസൈൻമെന്റ് എല്ലാം കൊടുക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകളാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവര് നന്നായിട്ട് പെർഫോം ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ആ വർക്ക് അതനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ കൊടുക്കുന്നു. അതർ ദാൻ ഡിസ്റ്റിങ്ക്റ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക്. അത് വ്യത്യസ്തമാണല്ലോ, ഒരു വർക്കിൽ നിന്ന് വ്യത്യസ്തമാണ് എല്ലാ വർക്കും. അതിൽ നിന്നും ഒരു സെലക്ട് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവര് നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഡിസിഷൻ തീരുമാനിക്കുക. ഓക്കെ, ഈ വർക്ക് ചെയ്യാൻ ഇദ്ദേഹം യോഗ്യനാണെങ്കിൽ ഈ വർക്കിന്റെ ഓപ്പർച്യൂണിറ്റീസിൽ പോസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള വർക്ക് ഏൽപ്പിച്ചു. മറ്റേതാണ് വ്യത്യസ്ത തരത്തിലുള്ള അസൈൻമെന്റ്സുകൾ ഏൽപ്പിച്ചു. മറ്റേത് കാൻഡിഡേറ്റ് ഏതാണ് സെലക്ട് ചെയ്യുന്നത് പ്രൊസീജിയർ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെയിം, എല്ലാം സെയിം ആയിട്ട് തന്നെ വരാം. അത് ഓരോ ഓരോ മാനേജ്മെന്റ് തീരുമാനിക്കാണ് അസൈൻമെന്റ് കൊടുക്കുന്നത്. അതിപ്പോ എല്ലായിടത്തും ഒരേപോലെ കൊടുക്കില്ല. അസൈൻമെന്റ് കൊടുക്കുന്നവരൊക്കെ അസൈൻമെന്റ് വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. വർക്ക് കൊടുക്കാവുന്നവർക്ക് വർക്ക് ഏതാണ് നല്ലത് നോക്കിയാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൊടുക്കാതെ ആപ്ലിക്കേഷൻ വെച്ച് തന്നെ ഏറ്റവും നല്ല പേഴ്സണെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും സെലക്ഷൻ ടെസ്റ്റ്. അത് ഓരോ ഓരോ ഓർഗനൈസേഷന്റെ രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ചിലർ വർക്ക് കൊടുത്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ചിലർ അസൈൻമെന്റ് കൊടുത്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്, ചിലർ ഈ ആപ്ലിക്കേഷൻ വെച്ച് നോക്കി അവരെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തി. നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ജസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവരിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു രീതിയായിരിക്കും. അത് ഏതൊരു സ്ഥാപനത്തിനും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.